നാടിൻ്റെ പുരോഗമനപരമായ വികസനോന്മുഖമായ മുന്നേറ്റത്തെ മുൻനിർത്തി സഭകളും വിശ്വാസികളുമൊക്കെ മുന്നോട്ട് വരുന്നത് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിനും നമ്മുടെ വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ഉപകരിക്കും. ആ നിലക്ക് കാലിക പ്രസക്തവും ഭാവിക്ക് അനുയോജ്യമായ നിലയിലേക്കും നിലപാടുകളിലേക്കും സഭയെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് അഭിവന്ദ്യ തട്ടിൽ പിതാവിന് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത്. സീറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും സാധാരണഗതിയിൽ ഈ സർക്കാരിനെ കുറിച്ച് ഉണ്ടാകില്ല. മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓർത്താൽ മതി, വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിൽ എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായുമാണ് സർക്കാർ ഇടപെട്ടത് എന്ന്. അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. അത് നിഷ്പക്ഷമായി നടത്താനുള്ള ത്രാണി ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായി എന്നതും നമ്മളാരും മറക്കേണ്ടതില്ല. അതൊന്നും ഒരു ഭംഗിവാക്കോ പൊങ്ങച്ചം പറച്ചിലോ അല്ല. കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞു, അത് നമ്മുടെ നാടിൻ്റെ പൊതുവായൊരു പ്രത്യേകതയുടെ ഭാഗം കൂടിയാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. തട്ടിൽ പിതാവ് വലിയ തോതിലുള്ള ഉത്തരവാദിത്തങ്ങൾ നേരത്തെ നിർവഹിച്ചതാണ്. ചെറിയ ഇടവകകൾ മുതൽ വലിയ രൂപതകളുടെ വരെ ഉത്തരവാദിത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സഹായമെത്രാനായി, രൂപത അധ്യക്ഷനായി എല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ച അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അനുഭവം ഉള്ള ഒരാളാണ് തട്ടിൽ പിതാവ്. പ്രവാസത്തിലായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിവിശാലമായ ഈ അനുഭവ സമ്പത്ത് തന്നിലേർപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വത്തെ ഏറ്റവും മികച്ച നിലയിൽ നിറവേറ്റാൻ തട്ടിൽ പിതാവിനെ പ്രാപ്തനാക്കും. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്കെല്ലാം നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ